സമയം 5:53 കേട്ടോ. 6 മണിയായപ്പോൾ തന്നെ ഇങ്ങനെ വെട്ടം വന്നു. ഏകദേശം ഒരു മന്തിനുള്ളിൽ ഇത് കംപ്ലീറ്റ് ആവും. ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. പ്രോപ്പർട്ടി ഒരു മാസം 1.5 മാസത്തിനുള്ളിൽ ഓണാവും. അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യും കേട്ടോ. ഇവിടെയാണ് ഞങ്ങൾ 4 പേരും ഇത്രയും ടൈം താമസിച്ചിരുന്നത്. വീട്ടിൽ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. ആദ്യമായിട്ട് അങ്ങനെ സ്ട്രോബെറി ഒക്കെ വീട്ടിലൊക്കെ തോട്ടം കണ്ടിട്ടുണ്ടെങ്കിൽ ഗുച്ചി മഷ്റൂം അല്ലേ? ഇത് ഇവിടെ ഉള്ളവർ എല്ലാം ഭയങ്കരമായിട്ട് കഴിക്കുന്നതാണ്. ഇത് ചൈനയിൽ വരെ 2 ലക്ഷമാണ് കിലോയ്ക്ക്. 2 ലക്ഷം 1 കിലോയ്ക്കോ? ഗുച്ചി. ഇവിടെ ഹിമാലയൻ വൾച്ചറിനെ കണ്ടു. അപ്പോൾ ഇത് താഴത്തുനിന്ന് അത്യാവശ്യം കുത്തനുള്ള കയറ്റാണ്. എൻ്റെ അമ്മേ, സമ്മതിക്കണം. അയ്യോ, എവറസ്റ്റൊക്കെ കയറുന്ന ആൾക്കാരെ സമ്മതിക്കണം. ഇപ്പം ഞാനിവിടെ ഒരു ആപ്പിൾ മരത്തിൻ്റെ ചോട്ടിൽ ഇരിക്കുകയാണ്. ഉച്ച സമയമൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ട് ഇപ്പോൾ സോയിലൊക്കെ. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ഇതേപോലെ തന്നെയാണ്. ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സ്റ്റാർട്ടിങ് പ്രോജക്റ്റാണ്. ബാഗ് ആൻഡ് ഇൻ എന്നാണ് പറയുന്നത് ഈ ഒരു പ്രോപ്പർട്ടീനെ. അപ്പോൾ അതിൻ്റെ വർക്കുകൾ ഇങ്ങനെ നടക്കുന്നുള്ളൂ, സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. വില്ലേജേഴ്സ് എന്തോരം വലിയ സാധനങ്ങളാണെന്നറിയോ കൊണ്ടുപോവുക സിമ്പിളായിട്ട്. രാവിലെ ഞാൻ കയറിയ മല ആ എൻഡില്ലേ, ആ ഒരു ഭാഗത്തേക്ക് എത്തരുത്, ആ ഒരു ഭാഗത്തേക്ക് എത്തണ്ട, അതിൻ്റെ താഴെ. വൈകുന്നേരങ്ങളിൽ എല്ലാ സ്ഥലത്തും ഇതേപോലെ ക്യാമ്പ് ഫയർ ഒക്കെ ഇട്ടിട്ട് ഇവരിയ്ക്കും. ഇവിടെ ഏകദേശം 90 ഫാമിലീസ് ഉണ്ട്. 90 വീടുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവിടുന്ന് പുറത്തുനിന്ന് കല്യാണം കഴിക്കുന്നവരൊക്കെ ഉണ്ട്. ഇവിടുന്ന് പോണ്ടിച്ചേരിക്ക് കല്യാണം കഴിച്ചിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ കൂടുതൽ ഇവരുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും സ്ഥലത്തു നിന്നൊക്കെ തന്നെയാണ് നോക്കുന്നത്. പിന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള കൾച്ചേഴ്സാണ്. ഈ നമ്മുടെ വീട് പണിയല്ലോ, ഇപ്പോൾ എന്ത് കാര്യത്തിൻ്റെയും ഈ മേൽക്കൂര പണിയുന്ന ടൈമിൽ അവരുടെ ദേവീക്ഷേത്രം, ദേവതകളുടെ ക്ഷേത്രമുണ്ട്. അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ ഒരു ആടിനെ ദേവതയ്ക്ക് ബലി കൊടുക്കും. എന്നിട്ട് ആ ബലി കൊടുത്ത ആടിൻ്റെ കൊമ്പ് കൊണ്ടുവന്നിട്ട് ഇവരുടെ വീടിൻ്റെ ഏറ്റവും മുകളിൽ കൊണ്ടുപോയിട്ട് വെക്കും. അതായത് മേൽക്കൂരയുടെ മുകളിൽ നമ്മൾ ഭംഗിക്കൊക്കെ വെക്കുന്ന പോലെ ഇവർ ആ കൊമ്പാണ് കൊണ്ടുവന്ന് വെക്കുക. പിന്നെ ഇലക്ട്രിസിറ്റി ഗവൺമെൻറ് ഇവിടെ 120 യൂണിറ്റ് അവർക്ക് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അതിന് ശേഷമുള്ളതാണ് അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. സോയിൽ വില്ലേജിൽ നിന്ന് ഞാൻ പകർത്തിയ കുറച്ച് ചിത്രങ്ങളാണിത്. ടീമുകളെല്ലാവരും കൂടി തീ കാഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ചായയൊക്കെ വെച്ച്. ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങാനുള്ള ഒരു പരിപാടിയിലാണ്. ഇന്നത്തെ പണിയൊക്കെ ഏകദേശം എൻഡായി. മീൻ പിടിക്കുന്ന ഇതേപോലത്തെ ഗ്ലാസ് ഒക്കെ വെച്ചിട്ടാണ്, വെള്ളത്തിൻ്റെ അടിയിലൊക്കെ മുങ്ങി മീൻ പിടിക്കും. ഓ കോൺസാ ഫിഷ്? ആ ഫിഷ് കാ നാം ക്യാ? ട്രൗട്ട്. ഹിമാലയൻ ട്രൗട്ട്, റെയിൻബോ ട്രൗട്ട്. ഉള്ള കുറച്ച് മീനുകളാണ് ഇവിടെ ഉള്ളത്. നല്ല വലിപ്പത്തിലാണുള്ളത്. ഇന്നത്തെ ഈവനിങ് ആണ് കേട്ടോ. കിലോ കണക്കിന് ഒരു 3-4 കിലോ ഒക്കെ വലിപ്പമുള്ള മീനുകളൊക്കെയാണ് ഇവർ പിടിക്കുക. കണ്ടോ, കാട്ടിൽ പോയി ഇവിടെയുള്ള ആണുങ്ങളൊക്കെ കൊണ്ടുപോയിന്ന് വിറകൊക്കെയാണ് കൊണ്ടുവരുന്നത്. നമ്മളിവിടെ വന്ന് സർവൈവ് ചെയ്യുന്ന പോലെ അവർക്ക് ഇവിടെ സർവൈവ് ചെയ്യേണ്ട കാര്യമില്ല. ബട്ട് അവർ സർവൈവിങ്ങിന് വേണ്ടിയിട്ട് ഹാക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറേ കാര്യങ്ങൾ. എല്ലാത്തിനെയും അതിജീവിക്കും. പുറം ലോകമായിട്ടൊരു ബന്ധമില്ലാത്ത ആളുകളാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ അതിൽ കുറച്ച് ആളുകളൊക്കെ പുറം ലോകമായിട്ട് നല്ല ബന്ധങ്ങളുണ്ട്.
അതായത് അവിടുത്തെ നോളജായിട്ടും അവിടെ പോയിട്ടുള്ള ട്രാവലേഴ്സ് അടക്കം കുറേ പേരുണ്ട് ഇവിടെ. അപ്പോൾ എല്ലാ കാര്യങ്ങളും അറിയാം അവർക്ക്. നമ്മൾ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്താൽ അവരും തിരിച്ച് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യും. കണ്ടോ, ഇത് പിള്ളേരുടെ കളികളാണ് ഇതൊക്കെ. അത് തോറ്റ് കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് കൊടുക്കും. ഇത് ചാടിയിട്ട്. ഇതൊരു അമ്പലമാണ്. ഈ അമ്പലത്തിൻ്റെ മേൽക്കൂര പണിതപ്പോഴും ഒരു ആടിൻ്റെ തല കണ്ടോ. എല്ലാം ദേവതകൾ, ദൈവങ്ങളെയൊക്കെ ദേവതകളാണ്. ഈ കടയിൽ നിന്നാണ് വാങ്ങണേ. ഇവിടുത്തെ ഒരു കടയൊക്കെ ഇങ്ങനെ ഇതുപോലത്തെ ഒരു കടയൊക്കെ എല്ലാം ഉണ്ടാവുള്ളൂ. ഈ വീട്ടുകാരുടെ തന്നെ ആയിരിക്കും. ചെറിയൊരു വഴി. ഇതാണ് നമ്മൾ പറഞ്ഞ ആ ദേവതയുടെ അമ്പലം. ഇവിടെ പക്ഷേ ഇവിടുത്തെ താഴ്ന്ന ജാതിയിലുള്ളവർക്ക് ഇങ്ങോട്ട് കയറാനോ ഇവിടുത്തെ കാര്യങ്ങളിൽ പങ്കെടുക്കാനോ ഒന്നും സാധിക്കില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അപ്പുറത്ത് വേറൊരു അമ്പലവും കൂടിയുണ്ട്. അപ്പോൾ ഈ രണ്ട് ഡിഫറൻസ് ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഈ തുടക്കത്തിൽ ഇപ്പോൾ ഈ ലാസ്റ്റ് വന്ന് ഈ ഭാഗത്തേക്കുള്ളവരുടെ അമ്പലമാണിത്. അവർക്ക് വേറൊരു അമ്പലം അപ്പുറത്തുണ്ട്. ഇവിടെയുള്ള താഴ്ന്ന ജാതിയിൽപ്പെട്ട മനുഷ്യരായാലും സഞ്ചാരികളായാലും അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിൽ പ്രവേശിക്കുകയോ അവിടെ സ്പർശിക്കുകയോ ചെയ്താൽ ഒരു ആടിന് ബലി കൊടുക്കണം. അവിടെ അമ്പലത്തിൻ്റെ തന്നെ സൈഡിലുള്ള ഒരു ഗ്രൗണ്ടാണ്. അവിടെ ഈ സമയത്തൊക്കെ പിള്ളേർ കളിയാണ്. 7:15 സമയം. ഇപ്പോഴും വെളിച്ചം കണ്ടില്ലേ? അല്ലേ, നല്ല വെട്ടല്ലേ ഇവിടെ. ഇങ്ങനെ ഈ ക്ലൈമറ്റിൻ്റെ വ്യത്യാസത്തിൽ ഈ ടൈമിങ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഈ 7:15 ഇത്രയും വെട്ടത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് വ്യത്യാസം ഉണ്ടാവും. പെട്ടെന്ന് തന്നെ ഇരുട്ടാവും. അങ്ങനത്തെയൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. വിൻ്ററിന് 4 മണിക്കോ? വിൻ്ററിനൊക്കെ 4 മണിക്ക് ഇരുട്ടാവും എന്നാണ് പറയുന്നത്. ഇതാണ് ഇവിടുത്തെ മെയിൻ സെൻറ്ററിലെ കട. ഇവിടുത്തെ ഒരു ലുലുമാളാണ്. കറക്കമൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി ക്യാമ്പ് ഫയർ ഇട്ടിരിക്കുകയാണ്. ഓ, നൈറ്റത്തെ താഴത്തെ വില്ലേജ് കാണുന്ന വ്യൂ ആണിത്. ഭൂമിയിൽ നക്ഷത്രം ആകാശത്തുണ്ട്, പക്ഷെ എൻ്റെ ഫോണിൽ അത് കിട്ടുന്നില്ല.